പോലെ ഗ്രേ ഹെയറിൻ്റെ പ്രശ്നമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആട്ടെ, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാനൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഹെയർ കളറാണ്. പക്ഷേ ഒരു വീക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് അത് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ദൂരേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും ഈ ഹെയർ കളറിൻ്റെ ഫുൾ പാക്കും ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്, ബി ബ്ലണ്ടിൻ്റെ 5 മിനിറ്റ് ഷാമ്പൂ. സോ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ പാക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ള പാക്കറ്റ്സ് എടുത്തിട്ട് പോയാൽ മതി. ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഹെയറിലാട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പാക്കറ്റ് ഓരോ ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഗ്രേ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ഹെയറിൽ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ കയ്യിലാക്കി മിക്സ് ചെയ്യുക, നല്ലപോലെ ഗ്രേ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. വെറും 5 മിനിറ്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. സാധാരണ ഹെയർ കളർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഷൈൻ ടോണിക് ഉണ്ടാവും, അതുപോലെ കളർ ഉണ്ടാവും, ഡെവലപ്പർ ഉണ്ടാവും. ഇത് മൂന്നും ക്യാരി ചെയ്ത് വരുന്നതിലും ഏറ്റവും സുഖം ആവശ്യത്തിനുള്ള പാക്സ് മാത്രം നമ്മൾ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ വളരെ തിന്നാണ്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഓരോ ദിവസം അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂസ് ആക്കാനുള്ള 2 ഹാൻഡ്സിലും യൂസ് ആക്കാനുള്ള ഗ്ലൗസ് വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഹെയർ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ ഇട്ട് കഴുകേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും വേണ്ട. സാധാരണ നമ്മൾ തലയിൽ ഷാമ്പൂ തേക്കുന്ന പോലെ തേച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഓരോ പാക്കറ്റിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 ml ആട്ടോ. 10 ml കളറിൻ്റും അതേപോലെ 10 ml ഡെവലപ്പറും ആണ് വരുന്നത്. ഇത് രണ്ടും മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. 5 കൗണ്ട്സ് ഓഫ് പാക്കറ്റ്സ് ആട്ടോ ബി ബ്ലണ്ടിൻ്റെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ 5 ഗ്ലൗസും നമുക്ക് കിട്ടുന്നുണ്ട്. നോ അമോണിയ ആണ്, നോ പാരബൻ ആണ്, അതേപോലെ തന്നെ നോ സിലിക്കോൺ ആണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ അലർജി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്കിന്നിലെ റാഷസോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ച്നെസ്സോ ഇഷ്യൂസോ ഉണ്ടെങ്കിലും നമ്മളിത് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.